മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അത് ഇല്ലീഗലാണ്. അപ്പം എഞ്ചിൻ ഭാഗത്തിൽ ലീക്കേജ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ ഓയിലേക്ക് നോക്കിയിട്ട് ഒരു കാര്യമില്ല, കാരണം ഈ വാഹനത്തിന് എങ്ങനെയാലും ലീക്കേജ് ഉണ്ടാവും, കാരണം ഇത് പെട്രോൾ വണ്ടിയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ വെച്ചാൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ പൊതുവേ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒന്നുകിൽ കാറിന്റെ അല്ലെങ്കിൽ ബൈക്കിന്റെ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയുടെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 3 ടൈപ്പ് വാഹനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളൊരു കാർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാം നോക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു വാഹനം എന്ന് വെച്ചാൽ മേജർ വിക്ടാര ബ്രസയാണ്. 2017 മോഡൽ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് കാറിലേക്ക് പോകാം. അപ്പോൾ ഒരു കാർ ആദ്യം വാങ്ങുകയാണ്, അത് കാറായാലും ബൈക്കായാലും ഓട്ടോറിക്ഷയിലും നമ്മൾ ആദ്യം വാങ്ങുകയാണെങ്കിൽ ആ വണ്ടിയുടെ പേപ്പേഴ്സ് ഫസ്റ്റ് ക്ലിയർ ആവണം. അത് എല്ലാ വണ്ടിക്കും ഒരു കോമൺ കാര്യമാണ്. അതായത് വണ്ടിയുടെ പേപ്പേഴ്സ് ഓക്കെ ആയാൽ മാത്രമേ വാഹനം നമ്മൾ മേടിക്കാൻ പാടുള്ളൂ. പിന്നെ വണ്ടിയിലെ പേപ്പേഴ്സ് ഓക്കെ, വണ്ടിക്ക് ഫിനാൻഷ്യലായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മനസ്സിലാക്കണം. പിന്നെ ബാക്കി നോക്കേണ്ട വണ്ടിയുടെ മെക്കാനിക്കൽ, വണ്ടിയുടെ ബോഡി, വണ്ടിയുടെ പെയിന്റിങ്, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ്. അതായത് വണ്ടിക്ക് വല്ല ആക്സിഡന്റ് കേസ് ഉണ്ടോ അല്ലാതെ. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ വണ്ടി ഒന്ന് മൊത്തം കണ്ണോടിച്ച് നോക്കുക. അതായത് വണ്ടിക്ക് വല്ല ഡെന്റിംഗ് വർക്കോ, വണ്ടിക്ക് വല്ല സ്ക്രാച്ചസോ, വണ്ടിക്ക് വല്ല പാച്ച് വർക്കല്ലോ ഉണ്ടോ നോക്കുക. പിന്നെ വണ്ടിയിൽ പെയിന്റിനെ വെച്ച് നോക്കുക. പെയിന്റ് ഫെയ്ഡാ നോക്കാൻ നോക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഗ്ലാസ്സിൽ ഒരു നമ്പർ ഉണ്ട്, ഇതിന്റെ മെയിൻ ഗ്ലാസ്സിൽ ഒരു നമ്പർ ഉണ്ടാവും. ആ ഗ്ലാസ്സിലെ നമ്പറും വണ്ടിയുടെ ബാക്കി ഗ്ലാസ്സിലെ നമ്പറും കൂടി സെയിം തന്നെയാണ് നമ്മൾ നോക്കണം. എന്നാൽ അത് സെയിം അല്ലെങ്കിൽ വണ്ടിയുടെ ഗ്ലാസ് റീപ്ലേസ് ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം. പിന്നീട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കാറിന്റെ ഡോറിലും ബാക്ക് ഡിക്കിയിലും ഫ്രണ്ട് ബോണറ്റിലൊക്കെ ഉള്ളൊരു പേസ്റ്റിംഗ് ആണ്. ആ പേസ്റ്റിംഗ് വാഹനത്തിലില്ലെങ്കിൽ അതിന്റെ അടുത്ത ആ കാറിന്റെ ഡോറ് അല്ലെങ്കിൽ ഡിക്കി അല്ലെങ്കിൽ ബോണറ്റ് അത് റീപ്ലേസ്ഡ് ആകുന്നതാണ്. അപ്പോൾ നമുക്ക് ആ പേസ്റ്റ് എവിടെയാണ് വരുന്നത്, അത് എങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഡോറിന്റെ പേസ്റ്റിംഗ് കാണുന്നത് ഈ കാണുന്ന സാധനമാണ് ഡോറിന്റെ പേസ്റ്റിംഗ്. ഈ പേസ്റ്റിംഗ് കൂടി ഇല്ലെങ്കിൽ അതിന്റെ അടുത്ത് ഈ കാറിന്റെ ഡോർ റീപ്ലേസ്ഡ് ആകുന്നതാണ്. അപ്പോൾ ഇപ്പോഴുള്ള മെക്കാനിക് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള മെക്കാനിക്കലാണെങ്കിൽ ആ കാറിന്റെ പേസ്റ്റിംഗ് അവരത് പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്താലും ആ കാറിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നമ്മളെ കമ്പനിയിൽ നിന്ന് വരുന്ന ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ബോണത്തിന്റെ അകത്തേക്ക് പോകാം. ബോണത്തിന്റെ അകത്ത് വണ്ടി ആക്സിഡന്റ് ആയാലോ അല്ല മറ്റെന്തെങ്കിലും പറ്റിയാലോ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നീട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, അതായത് ഈ കാറിന്റെ ബോണത്തിലുള്ള പേസ്റ്റിംഗ് കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. പേസ്റ്റിംഗ് ഇല്ലെങ്കിൽ കാറിന്റെ ബോണറ്റ് റീപ്ലേസ് അല്ലെങ്കിൽ റിപ്പയർ ചെയ്തതായിരിക്കും. പിന്നീട് പറയാനെന്ന് വെച്ചാൽ ഈ കാണുന്ന കുറ്റിയാണ്. ഇത് പല നാട്ടിൽ പല പേരാ പറയല്. നമ്മുടെ നാട്ടിൽ കുറ്റി എന്ന് പറയില്ല, ഇതിന്റെ ശരിക്കും പേര് എയർഫോൺ എന്നാണ്. അപ്പോൾ ഈ കാണുന്ന കുറ്റിക്ക് വരുന്ന പേസ്റ്റിംഗ് നമ്മൾ ചെക്ക് ചെയ്യണം. ആ പേസ്റ്റിംഗ് ഇല്ലെങ്കിൽ ആ വണ്ടിക്ക് നല്ലൊരു മുട്ടിച്ചിട്ടുണ്ടാവുന്നതിന് അർത്ഥം. അപ്പോൾ ആ പേസ്റ്റ്, അതായത് ഈ വണ്ടിയുടെ ഈ കാണുന്ന കുറ്റിക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ അലൈൻമെന്റ് നമുക്ക് ഒരിക്കലും ചെക്ക് ചെയ്താൽ കിട്ടത്തില്ല. അത് നമ്മൾ എത്ര ആക്കിയാലും വണ്ടി പിന്നെ ഓക്കെ ആവത്തില്ല. പിന്നീട് പറയാനൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കാണുന്ന ഫ്രെയിമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവില്ലോ അറിയില്ല, കാരണം നല്ലൊരു മെക്കാനിക്കോ അല്ലെങ്കിൽ കാറിനെ കുറിച്ച് കുറച്ച് നോളജിൽ ഒരാൾക്കോ അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഫ്രെയിം മാറ്റിനോ ഇല്ലയോ. പിന്നീട് നമ്മൾ നോക്കേണ്ട മറ്റൊരു പ്രധാന ഒരു കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ ഓയിലിന്റെ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കലാണ്. അപ്പൊ നമുക്ക് ഈ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കാണുന്ന സ്ഥലത്ത് വെച്ചാൽ അതിന്റെ ഡിസ്ട്രിക്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെ ലെവൽ പറഞ്ഞാൽ ഇതിൽ കുറച്ച് കുറവായിട്ടാണ് കാണുന്നത്. കുറച്ചുകൂടി ടോപ്പപ്പ് ചെയ്യാണ്ട്. പിന്നെ ഇത് നമ്മിങ്ങനെ നോക്കണം. അതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, കാരണം ഒരു മെക്കാനിക്ക് പരമായിട്ടുള്ള ആളോ അല്ലെങ്കിൽ കാറിനെ കുറിച്ച് അറിയുന്ന ആൾക്കോ പറഞ്ഞാൽ ഓയിൽ തൊട്ട് നോക്കിയാൽ അതിന്റെ തിക്നെസ് നോക്കിയാൽ ഓയിൽ ചേഞ്ച് ചെയ്യാനായോ ഇല്ലയോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓപ്പൺ ആക്കിയ ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് ഈ കാണുന്ന ഡിസ്ട്രിക്ട് ഇടുന്നതിൻ്റെ ഭാഗത്തുനിന്ന് പുകയെല്ലാം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അത് കാറിന് എഞ്ചിൻ സംബന്ധമായിട്ട് വലിയൊരു പണിയുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് നോക്കേണ്ടതാണ്. വേറെ നമ്മൾ ഓയിൽ ഒഴിക്കുന്നതിൻ്റെ അടപ്പ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇവിടെയൊക്കെ കറയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓയിൽ ചേഞ്ച് ഒന്നും പ്രോപ്പറായി ചെയ്യില്ല എന്നാണ്. പിന്നീട് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ
ഈ വാഹനം ഒരു ഡീസൽ വണ്ടിയാണ്. അപ്പോൾ ഡീസൽ വണ്ടിക്ക് പ്രത്യേകിച്ച് ലീക്കേജ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ താഴെയും മുകളിലൊക്കെ നമ്മളെ കണ്ണെത്തുന്ന സ്ഥലത്തുള്ള നമ്മൾ ലീക്കേജ് നോക്കും. അപ്പോൾ നമുക്ക് വണ്ടി പൊക്കി നോക്കേണ്ട ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഈ വാഹനം ഒന്ന് പൊക്കിയും കൂടെ നോക്കേണ്ടതാണ്. വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ബാറ്ററിയുടെ മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കുക. അതായത് വണ്ടിയുടെ ബാറ്ററിക്ക് ലൈഫ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്ന ബാറ്ററിയിൽ ഈ കാണുന്ന സ്റ്റിക്കറിലായിട്ടാണ് അതിന്റെ ഡേറ്റ് വരുന്നത്. അതായത് ഇവിടെ കാണാൻ പറ്റും 2017 ഇത് പിന്നെ അതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ്. അതായത് വാഹനം വാങ്ങിക്കുമ്പോൾ തന്നെ സ്റ്റോക്ക് കണ്ടീഷൻ ബാറ്ററിയാണ് ഈ വാഹനത്തിന് ഇപ്പോൾ ഉള്ളത്. ഏതൊരു വാഹനത്തിന്റെയും പ്രധാന ശത്രു എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് റെസ്റ്റ് എവിടെ കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അതായത് നമുക്ക് ഇവിടെ നോക്കിയാൽ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയ വണ്ടിയൊക്കെ അവിടെ ബെൽഡിംഗ് ഒക്കെ ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും അവിടെ റെസ്റ്റ് ഉണ്ടോ. അപ്പൊ നമ്മളിങ്ങനെ നോക്കും എല്ലാ ഭാഗത്തും, വണ്ടിയുടെ താഴെയായാലും മുകളിലായാലും വണ്ടിയുടെ ബോഡിക്കൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം റെസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. പിന്നീട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ടയറിന്റെ തേയ്മാനമാണ്. ടയറിന്റെ തേയ്മാനം ഈക്വലാണ് നോക്കുക. കാരണം എല്ലാ വീലും തയ്യുന്നത് ഈക്വലാണ് നോക്കുക. ചിലപ്പോൾ ഒന്നെങ്കിൽ വലതുഭാഗത്തെ വീലിൽ അധികം ഇടതുഭാഗത്തെ വീല് കുറവല്ലെങ്കിൽ വണ്ടിയുടെ അലൈൻമെന്റ് പിന്നെ മിസ്റ്റേക്ക് ആയിരിക്കും അത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഈ വാഹനത്തിന്റെ അലൈൻമെന്റും ബാലൻസും ഒക്കെ നമുക്ക് കറക്റ്റായിട്ടാണ് ചെയ്യിപ്പിക്കല്. അപ്പോൾ അതുകൊണ്ട് ഈ വാഹനത്തിന് ടയറിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു മേജർ ആക്സിഡന്റ് ആണെങ്കിൽ ഈ വാഹനത്തിന്റെ റൈറ്റ് സൈഡിന്റെ ഒരു താലിയുണ്ട്. ആ താലിയിലായിരിക്കും ഇതിന്റെ എഞ്ചിൻ നമ്പറും തേസ് നമ്പറൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ താലി ഇവിടുന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ആ താലി നമുക്ക് പിന്നീട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട സാധനം എന്ന് വെച്ചാൽ ഈ താലിയോട് ചെക്ക് ചെയ്ത് നോക്കാം. താലി ഇവിടെ ഉണ്ടോ നോക്കണം. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ തന്നെ ഈ ഡോറിന്റെ ഈ കാണുന്ന റബ്ബറൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് പ്രോപ്പർ ഫിറ്റിംഗ് ആണോ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോപ്പർ ഫിറ്റിംഗ് ആകില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഡോർ റീപ്ലേസ് അല്ലെങ്കിൽ വണ്ടിക്ക് വല്ല ആക്സിഡന്റ് സംഭവിച്ചു തോന്നും. അപ്പോൾ ഇത്രയൊക്കെ ചെക്ക് ചെയ്ത ശേഷം നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ചെയ്യേണ്ട ഒരു സ്റ്റേജ് വെച്ചാൽ വണ്ടി നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയ ശേഷം വണ്ടി അകത്തുനിന്നോ പുറത്തുനിന്നോ വല്ല എക്സ്ട്രാ നോയ്സും വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്തിൻ്റെ കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നീട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സ്റ്റിയറിംഗിന് ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ ഉണ്ടോ നോക്കുക. സ്റ്റിയറിംഗിന് വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഗിയറിന്റെ നോബിനും ഉണ്ടോ നോക്കുക. ചെറിയ തരത്തിൽ വൈബ്രേഷൻ അത് ചെറിയ തരത്തിലാണ് ഓക്കെ. പക്ഷെ അത് പിന്നെ നല്ലോണം ഉണ്ടെങ്കിൽ അതിന്റെ വണ്ടിയുടെ ഗിയർ ബോക്സിന് വല്ല പഴി ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. പിന്നീട് വാഹനം ഒരു AC വെഹിക്കിളാണ് നമ്മൾ ഇതിന്റെ AC ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അതായത് AC കയറ്റ് കൂളിംഗ് ആണ് കിട്ടുന്നത്, അല്ല ഇതിൽ വല്ല ഫോൾ സ്മെൽ ഉണ്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. പിന്നെ പറ്റുവാണെങ്കിൽ നമ്മളൊന്ന് AC ഫിൽറ്റർ കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നീട് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിന്റെ സ്വിച്ചസ് എല്ലാം വർക്കിംഗ് ആണ് നോക്കുക. അപ്പോൾ ഇതിന്റെ ഹെഡ്ലൈറ്റ് സ്വിച്ച്, അതുപോലെ ഇവിടെ താഴെ കുറേ സ്വിച്ചസ് ഉണ്ട്. ഈ ഗ്ലാസ് ഒക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്വിച്ചസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ സ്വിച്ചസും അതുപോലെ വൈപ്പർ സ്വിച്ച്, റിയർ വൈപ്പർ സ്വിച്ച്, അങ്ങനെ വണ്ടിയിലെ ബാക്കി സ്വിച്ചസും ഒക്കെ വർക്കിംഗ് ആണോ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ വാഹനം ഓടിച്ചു നോക്കാം. അതായത് വാഹനം ഓടിക്കുന്ന സമയത്ത് വല്ല നോയ്സ് ഉണ്ടോ, അതായത് വണ്ടിയുടെ സസ്പെൻഷനൊക്കെ ഓക്കെ ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. ഒന്നിക്കൂടെ നോക്കാൻ ഇപ്പോൾ ഇതിലങ്ങനെ പ്രത്യേകിച്ച് വൈബ്രേഷൻ ഒന്നുമില്ല. ഈ സ്റ്റിയറിംഗ് ആയാലും ഓക്കെയാണ്. കാരണം ഇതിന്റെ കമ്പനി സർവീസ് നമ്മൾ ചെയ്യലില്ല, പ്രോപ്പർ സർവീസാണ്. പിന്നീട് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ വല്ല മിസ്സിംഗ് ഉണ്ടാവുക. പിന്നെ വണ്ടിയുടെ പുക, അതായത് വണ്ടിയിൽ നിന്ന് സ്മോക്ക് ബ്ലാക്ക് ആണെന്നോ വൈറ്റ് ആണെന്ന് നോക്കുക. അതായത് വൈറ്റ് ആണെങ്കിൽ വണ്ടിക്ക് വല്ല എഞ്ചിൻ സംബന്ധമായ പണിയുണ്ടതിന് അർത്ഥം. അപ്പോൾ ഈ വാഹനത്തിന്റെ AC ഇപ്പോൾ വർക്കിംഗ് ആയില്ലത്. അപ്പോൾ ഇതിന്റെ കൂളിംഗ് ഒക്കെ ഇപ്പോൾ ഓക്കെയാണ്. ഇതിന്റെ ടെമ്പറേച്ചർ ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത് ലോലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നല്ല കൂളിംഗ് ആയി പിന്നെ അകത്ത് ഇല്ലത്. അതുകൊണ്ട് ഈ വാഹനത്തിന്റെ AC സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഈ വാഹനത്തിന് ഇല്ല. അപ്പൊ നമ്മൾ കാർ ഓടിച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് നമ്മൾ ഇടണം എന്നാണ്. അത് 4 hours സേഫ്റ്റിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാറിന്റെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ ഗിയറിലും നമ്മൾ ഇട്ട് നോക്കുന്നുണ്ട്, വല്ല പ്രശ്നങ്ങളുണ്ടോ നോക്കുന്നുണ്ട്, വളരെ സോഫ്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി വല്ല വർക്കിങ്ങിന്റെ സമയത്ത് വല്ല നോയ്സ് ഉണ്ടോ നമ്മൾ നോക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മൾ വണ്ടിയിലെ സ്റ്റിയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റിയറിംഗ് ബോക്സിലൊക്കെ വല്ല പ്രശ്നമുണ്ടോ, സ്റ്റിയറിംഗിന്റെ വർക്കിംഗ് ഒക്കെ പ്രോപ്പർ ആണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് പാറ്റേൺ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു. പിന്നീട് പറയാൻ എന്താ വെച്ചാൽ വണ്ടി നമ്മൾ ഗട്ടറിലൊക്കെ ഒന്ന് ഇട്ട് നോക്കുക.
അതായത് വണ്ടിയുടെ ഷോക്ക് അബ്സോർബറിന് വല്ല പ്രശ്നങ്ങളുണ്ടോ, വണ്ടിയുടെ ആക്സിഡന്റിന് വല്ല പ്രശ്നങ്ങളുണ്ടോ, അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെ കുറച്ച് നല്ല റോഡിട്ട് വേറെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകട്ടെ. അതായത് നമ്മൾ 2 കൈ നമ്മൾ ഇളക്കി വെച്ച് നോക്കും. കാരണം വണ്ടി ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകേണ്ടി നോക്കാൻ വേണ്ടിയിട്ടത്. അപ്പോൾ അങ്ങനെ പോകേണ്ട കാര്യം അർത്ഥം എന്ന് വെച്ചാൽ അലൈൻമെന്റിന് വല്ല മിസ്റ്റേക്ക് എന്നതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ വീൽ ബാലൻസിങ് ഓക്കെ അല്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന്റെ ആക്സിലും സ്റ്റിയറിംഗ് ബോക്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ വണ്ടി നമ്മളൊന്ന് ഹാർഡായിട്ട് വളച്ചു നോക്കേണ്ടതാണ്. അതായത് വളവുന്നൊക്കെ വളരെ ഹാർഡായി വളച്ചു നോക്കുകയാണെങ്കിൽ അതിന് വല്ല സൗണ്ട് ഉണ്ടോ അല്ല അതൊക്കെ പ്രോപ്പറാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ടിൽ വന്ന് ചെയ്യുന്നത് റോഡിന് പോകുന്ന 2 ഇളക്കി വിടാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. കാരണം മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അത് ഇല്ലീഗലാണ്. അപ്പോൾ നമ്മൾ 2 കൈ നമ്മൾ ഇളക്കി വെച്ച് നോക്കാം. അത് വണ്ടി പോകുന്ന രീതി വെച്ചാൽ ഇപ്പോൾ വണ്ടി പോകുന്ന ലെഫ്റ്റ് സൈഡിലേക്കാണോ റൈറ്റ് സൈഡിലേക്കാണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഈ വാഹനത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഈ വാഹനം ടോട്ടലി ഓക്കെയാണ്. തിരിച്ച് നമ്മൾ റോഡിലേക്ക് തന്നെ പോവുകയാണ്. പിന്നെ വണ്ടി നമ്മൊന്ന് മാക്സിമം പായിച്ചു നോക്കണം. കാരണം വണ്ടിക്ക് വല്ല പ്രശ്നങ്ങളുണ്ടോ, പുള്ളിങ് ഒക്കെ ഓക്കെ ആണോ, അല്ല വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയിൽ ഇനീഷ്യൽ പവർ കിട്ടാൻ വേണ്ടി വല്ല ലാഗ് ഉണ്ടോ, അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഞാനിവിടെ കാണുന്ന ഘട്ടത്തിലൊക്കെ വണ്ടി ഇട്ട് നോക്കി. അപ്പോൾ ഇതിന് അങ്ങനെ ഷോക്കിന് വല്ല പ്രശ്നങ്ങളൊന്നുമില്ല. ഷോക്കിന് ആക്സിഡന്റിനും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു കയറ്റത്തിന്റെ മുകളിലേക്ക് പോയില്ല. അപ്പൊ വണ്ടി കയറ്റം കയറുന്ന സമയത്ത് വളരെ ചില ലാഗ് ഉണ്ടോ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നമുക്ക് ഓടിച്ചു പോയി തന്നെ പെട്ടെന്ന് മനസ്സിലാവും അത്. പിന്നെ നമ്മൾ പോകുന്നത് കുറച്ച് റഫ് റോഡിലേക്ക് പോയി നോക്കും. അതായത് വണ്ടിയുടെ ബാക്കി വരുന്ന സൗണ്ട്സും അതുപോലെ ആക്ഷൻസും ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ഈ വാഹനത്തിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാൻ വേണ്ടി ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മുടെ സർവീസ് ഒക്കെ ചെയ്യുന്നത് വളരെ പ്രോപ്പർ ടൈമിലാണ്. ഇതിന്റെ കമ്പനി സർവീസ് മാത്രമേ നമ്മൾ ഈ വാഹനത്തിന് ചെയ്യാറുള്ളൂ. പിന്നീട് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ആക്സിലേറ്ററും ബ്രേക്കും ക്ലച്ചും ഒക്കെ ഓക്കെ ആണ് നോക്കുക. അതായത് പ്രോപ്പർ വർക്കിംഗ് ആണ് നോക്കുക. ക്ലച്ചിന്റെ ഒക്കെ പൊസിഷൻ സെയിം ആണ് നോക്കുക. അതായത് ക്ലച്ചിന്റെ ഒക്കെ പൊസിഷൻ കറക്റ്റാണ് നോക്കുക. ക്ലച്ചിന് വല്ല ലാഗ് ഉണ്ടോ, അതായത് ക്ലച്ചിന് വല്ല പ്രശ്നങ്ങളുണ്ടോ, വണ്ടി ഓവർ റേസ് ആകുന്നുണ്ടോ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് നോക്കേണ്ടതാണ്. പിന്നീട് നമ്മൾ വാഹനം വാങ്ങാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഒന്നിക്കലും വാഹനത്തെ പറ്റിയിട്ട് കുറച്ച് നോളജുള്ള ഒരു ആൾക്കാരോ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കോ നമ്മുടെ കൂടെ എപ്പോഴായാലും വേണം. അതായത് ആ വാഹനത്തെ പറ്റി പൂർണ്ണമായി ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ മാത്രം പോയിട്ട് ചെക്ക് ചെയ്തെടുക്കുന്ന അങ്ങനെ നമുക്ക് ചിലപ്പോൾ പൈസ ലോസ് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനം ഇപ്പം വീട്ടിൽ നിന്ന് ശേഷം ഒരു 5 മിനിറ്റ് ആവാണ്. ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് ആവുകയാണ്. ഇപ്പോൾ തന്നെ വാഹനത്തിൻ്റെ അകത്ത് എ സി ഫുള്ളി ചിൽഡാണ്. നല്ല കൂളിംഗ് എഫിഷ്യൻസി ഉണ്ട് എ സിക്ക്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഒന്നും ചെക്ക് ചെയ്ത് നോക്കാണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്കും പ്രോപ്പർ വർക്കിംഗ് ആണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഇട്ട് നോക്കാം. അതായത് ഹാൻഡ് ബ്രേക്ക് ഇട്ട ശേഷം വാഹനം പിറകിലോട്ട് പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ കാണുന്ന കയറ്റത്തിൽ നമുക്ക് ഇട്ട് നോക്കാൻ പറ്റണം. അപ്പോൾ ഈ വാഹനം ഇപ്പോൾ ഒരു കയറ്റത്തിന്റെ മുകളിലാണ് ഇല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചാൽ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ അടുത്ത നമുക്ക് ഈ വാഹനത്തിന്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ വാഹനത്തിന്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോയാണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി പറഞ്ഞ ഇപ്പോൾ ഓക്കെയാണ്. പിന്നെ ഈ വാഹനത്തിൽ ABS വിത്ത് EBD ആണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പെർഫെക്ഷൻ ഈ വാഹനത്തിലുണ്ട് ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. Showing off, don't wanna have to wait tonight, better off, I'm gonna find my way tonight,
ഇത്രയൊക്കെയാണ് കാറിന്റെ നമ്മൾ സെക്കൻഡ് കാർ വാങ്ങിക്കാൻ ഇപ്പോൾ നോക്കേണ്ട കാര്യങ്ങള്. അപ്പൊ നേരത്തെ പറയാൻ വിട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാർ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കാറിന്റെ ഹിസ്റ്ററി നോക്കാം. അതായത് കമ്പനി സർവീസ് ചെയ്യുന്ന കാറാണെങ്കിൽ ഇപ്പൊ അത് നമുക്ക് കമ്പനി പോയി ആ വണ്ടി നമ്പർ എടുത്താൽ നമുക്കത് ആ വണ്ടിക്ക് എല്ലാ സാധനങ്ങളും സ്പെയർ പാർട്സ് മാറ്റിയിട്ടുണ്ടോ അതിന്റെ കാര്യം നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കാറിന്റെ സ്പെയർസ് മാറ്റും വല്ല പാർട്സ് മാറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ കാറ് വാങ്ങുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നില്ല എന്ന് നേരത്തെ കണ്ടു. അപ്പൊ ഇപ്പൊ ചെയ്യാനിപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ബൈക്കോ സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ വാങ്ങുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നിങ്ങൾക്ക് വീട്ടിൽ. അപ്പൊ ഈ കാണുന്ന നമ്മുടെ ബൈക്ക് ഇത് കരിസ്മ 6 ഹീറോ ഹോണ്ടയുടെ കരിസ്മ 6. അപ്പൊ നമുക്ക് എന്തെല്ലാം ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിന്റെ ബോഡി, കാരണം ഈ വണ്ടി ഫെയറിംഗിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ വാഹനത്തിന്റെ ബോഡി ഒന്ന് ചെക്ക് ചെയ്യണതാണ്. കാരണം ബോഡിയിൽ വല്ല വൈബ്രേഷനോ ബോഡിക്ക് പൊട്ടലോ ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ബാക്കിയില്ല സ്ക്രാച്ചസ് ഡെന്റിങ് വർക്ക്സ്, അതുപോലെ തന്നെ ബാക്കിയില്ലേ വണ്ടിക്കിന്റെ പെയിന്റിംഗ് ഒക്കെ ഓക്കെ ആണോ നോക്കണം. പെയിന്റിംഗ് ഡിമ്മാണോ, പെയിന്റ് അടിച്ചൊക്കെ ഓക്കെ ആണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മൾ വാഹനത്തിലെ ഡെന്റിങ്, അതായത് വണ്ടിക്കിലെ സ്ക്രാച്ചസും അതുപോലെ പൊട്ടലോട്ടിലൊക്കെ ചെക്ക് ചെയ്തു. ഈ ടാങ്കിനായാലും എല്ലാ സംഭവങ്ങളും ചെക്ക് ചെയ്തു. പിന്നെ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ടാങ്കിന്റെ താഴെ ഭാഗത്ത് പെട്രോൾ ആയിട്ട് ലീക്ക് ഉണ്ടോന്നാണ്. ആ ലീക്ക് ഉണ്ടോ നോക്കിയ ശേഷം പിന്നെ നോക്കണമെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്തിൽ ലീക്കേജ് ആണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നീട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയുടെ ചെയിനിനെ പറ്റിയാണ്. ചെയിന്റെ കണ്ടീഷൻ നോക്കണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ചെയിന്റെ അഡ്ജസ്റ്റർ. അപ്പൊ ഈ കാണുന്ന അഡ്ജസ്റ്റ് കുറെ ബാക്കോട്ടേക്കാണ് ചെയിന്റെ ലൈഫ് കഴിഞ്ഞതിന്റെ അർത്ഥം. പിന്നെ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ചെയിനെ പറ്റിയാണ്. അതായത് ചെയിന് ലൂബ്രിക്കേറ്റർ ആണോ അല്ല ചെയിൻ്റെ അകത്ത് റെസ്റ്റ് ഉണ്ടോ ഒക്കെയാണ് നോക്കേണ്ടത്. അപ്പൊ ഈ വാഹനത്തിൽ ഇപ്പൊ ചെയിൻ ബോക്സ് ഇല്ല. അപ്പൊ ചെയിൻ ബോക്സിന്റെ വണ്ടിയാകും നമുക്ക് അതിന്റെ അടിക്ക് ഒരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പ് അയച്ചു നോക്കിയാൽ നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാവുന്നതാണ്. പിന്നീട് നമ്മൾ നോക്കേണ്ടത് വാഹനത്തിന് ടയറാണ്. പക്ഷെ അതിന് മുന്നേ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ വണ്ടിയുടെ സിംഗാമിന്റെ പ്രവർത്തനക്ഷമതയാണ്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് ഈ വീലിംഗ് കൂടെ ഷെയ്ക്കാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ് സിംഗാമിന്റെ അകത്തിൽ പിന്നെ ബുഷോ മറ്റോ പോയിനോ ഇല്ലയോ എന്ന്. പിന്നീട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ വാഹനത്തിന് ടയറാണ്. അപ്പൊ നമ്മൾ ടയറിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കുക. ടയർ നല്ല കട്ട് ചെയ്ത് നോക്കി നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ നോക്കേണ്ടത് വാഹനത്തിന്റെ ബ്രേക്കിന്റെ പ്രവർത്തനക്ഷമതയാണ്. ഇവർക്കൊക്കെ പ്രോപ്പർ വർക്കിംഗ് നമ്മൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബ്രേക്കിന്റെ ലേണ്ടർ നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നീട് വേറൊരു കാര്യം എന്താ പറയാന്ന് വെച്ചാൽ ഇതിന്റെ ചേസസിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ, ചേസ് പൊട്ടിയാണോ, ചേസ് പൊട്ടിയിട്ട് വെൽഡാക്കിയോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നീട് നമ്മൾ സീറ്റ് ഓപ്പൺ ചെയ്ത ശേഷം സീറ്റിനടിക്കൽ ചേസ് നോക്കുക. അതായത് ചേസിൽ വല്ല തുരുമ്പോ പൊട്ടലോ ഒക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. വേറൊരു കാര്യം നോക്കാനെന്ന് വെച്ചാൽ ഈ വാഹനത്തിന്റെ ബാറ്ററിയാണ്. അതായത് വാഹനത്തിന്റെ ബാറ്ററി പ്രോപ്പർ വർക്കിംഗ് ആണോ നമ്മൾ നോക്കുക. അതുപോലെ തന്നെ വാഹനം സെൽഫ് അടിക്കുന്ന സമയത്ത് വല്ല സൗണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നീട് നമ്മൾ നോക്കേണ്ടത് വാഹനത്തിന്റെ ടാങ്കിന്റെ ഉൾവശമാണ്. അപ്പൊ ടാങ്കിന്റെ ഉള്ളിൽ റെസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അതിനുശേഷം ചെക്ക് ചെയ്യേണ്ടത് വണ്ടിയുടെ ഹാൻഡിൽ ബാർ ആണ്. അതായത് ഹാൻഡിൽ ബാർ ഒക്കെ ഓക്കെയാണ്. അത് ഹാൻഡിൽ ബാറിന് വല്ല ബെൻഡോ ഒക്കെ ഉണ്ട് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നീട് ഇതിന്റെ സ്വിച്ചസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ മീറ്റർ ഒക്കെ നമ്മൾ നോക്കുക. വേറെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയിലെ ഫോർക്കാണ്. ഫോർക്ക് ഓയിൽ ലീക്ക് ഉണ്ടോ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കുക. വണ്ടിയുടെ കോൺസെപ്റ്റിന് വല്ല പ്രശ്നമുണ്ടോ നമ്മളൊന്ന് നോക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ആക്കുമ്പോൾ ഒരു ടക്ട കൊച്ചിന്റെ കയ്യിൽ അർത്ഥം എന്ന് വെച്ചാൽ കോൺസെപ്റ്റിനകത്തിൽ ബെയറിംഗെല്ലാം പോക്കാവുന്നതാണ്. ഡിസ്കിൽ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഡിസ്കിന്റെ പ്ലേറ്റ്. അപ്പോൾ ഡിസ്കിന്റെ പ്ലേറ്റ് ചില സമയത്ത് തഴഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ സ്ക്രാച്ചസ് ഉണ്ടാവും. അത് ഡിസ്കിന്റെ പാഡ് തഴഞ്ഞിട്ട് അങ്ങനെ ആവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഡിസ്കിന്റെ പ്ലേറ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്കിന്റെ പ്രവർത്തനം ഓക്കെ ആണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. വേറെ നോക്കണമെന്ന് വെച്ചാൽ വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്ത ശേഷം നോക്കണമെന്ന് വെച്ചാൽ വണ്ടിയുടെ സ്മോക്കാണ്. വണ്ടിയിൽ നിന്ന് വരുന്ന വൈറ്റ് സ്മോക്ക് ആണെങ്കിൽ വണ്ടിയുടെ സിലിണ്ടർ കിറ്റിന് നല്ല പണിയുണ്ട് എന്നതിന്റെ അർത്ഥം. പിന്നീട് വണ്ടിയുടെ താഴെ ഡ്രെയിൻ ബോർഡ് ചെക്ക് ചെയ്യുക. അതായത് ഡ്രെയിൻ ബോർഡിൽ ലീക്കേജ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ വാഹനം നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ റഫായി ഓടിച്ചു. അതായത് വണ്ടി കയറ്റിലേക്ക് എത്തുമ്പോൾ കുറച്ച് ഡ്രാഗ് ചെയ്ത് പോകും. അതായത് വണ്ടിക്ക് വന്നേരം വല്ല ലാഗ്, വണ്ടി കയറ്റം വീലിനൊക്കെ ലാഗിങ് ഉണ്ടോ ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ച് റഫ് എടുക്കുന്ന വണ്ടിയുടെ ഷോക്കിന് പ്രശ്നങ്ങളുണ്ടോ, അതുപോലെ തന്നെ ബാക്കി നമ്മുടെ വണ്ടിയുടെ സിംഗം, അതുപോലെ തന്നെ വാഹനത്തിന് വല്ല ഒച്ചയുണ്ടോ എന്നെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്തതായി നോക്കേണ്ടത് ഓട്ടോറിക്ഷയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മളെ ലൊക്കേഷൻ മാറിയിട്ടില്ലത്, കാരണം അവിടെ ഭയങ്കര ശബ്ദമില്ലാന്ന്. അപ്പോൾ നമ്മുടെ പഴയ ലൊക്കേഷനിൽ ഇപ്പോൾ നമ്മൾ ഇല്ലത്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വാങ്ങാൻ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ വാഹനങ്ങളും പോലെ നമ്മൾ വാഹനത്തിന്റെ പേപ്പേഴ്സ് ഫുൾ ചെക്ക് ചെയ്യുക. അതായത് പേപ്പേഴ്സ് ഫുൾ ഓക്കെ ആണ്, ഫിനാൻഷ്യലി ഓക്കെ ആണ്, നല്ല ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നീട് നോക്കേണ്ടത് അതിന്റെ ഇൻഷുറൻസ് ടാക്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. വേറെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പെട്രോൾസിന്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ വണ്ടിയുടെ ബോഡിയാണ്. അപ്പോൾ ബോഡിക്ക് വല്ല ഡെന്റിങ് വർക്ക് വല്ല പൊട്ടലോ അല്ലെങ്കിൽ വല്ല ദ്രവിച്ച് പോകാനായതോ വെൽഡിങ് ചെയ്യാനൊക്കെ ഇല്ലാതായതോ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതാണ്. വേറെ നമ്മൾ നോക്കേണ്ടത് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇതിന്റെ മെയിൻ പ്ലേസസ്. അതായത് ഈ കാണുന്നതിന്റെ താഴെയുള്ള ബീഡിങ്സ്, പിന്നെ ഈ കാണുന്ന ഫ്രെയിം ഫുൾ ചെക്ക് ചെയ്യണം. പിന്നെ ഇതിന്റെ അകത്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്.
അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. പിന്നെ ഒരു പഴയ മോഡൽ വണ്ടിയാണെങ്കിൽ അതിൻ്റെ ബ്രേക്കിൻ്റെ ഓയിൽ ഈ കാണുന്ന സ്ഥലത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഓയിൽ ഉച്ചിട്ട് ഇവിടെയൊക്കെ ദ്രവിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളന്നേരം ഒരു 2000 താഴെ വണ്ടിയാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ പിന്നീട് നമ്മൾ വാഹനത്തിന് ചേസ് ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ കാണുന്ന ചേസ്. അപ്പോൾ ഇതൊക്കെ തുരുമ്പുണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നീട് ഈ വാഹനത്തിന് താഴെഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും പ്ലാറ്റ്ഫോം ഒക്കെ ഓക്കെ ആണോ, അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നീട് വാഹനത്തിന് ടയർ ചെക്ക് ചെയ്യുക. ഇതൊരു കാര്യം പ്രധാനമായും നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ബാക്കിൽ ചേസാണ്. കാരണം ഈ വാഹനത്തിൽ ബാക്ക് ചേസ് പൊട്ടാനുള്ള സാധ്യത വളരെ വളരെ അധികമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. അത് ആ കാണുന്നൊക്കെ അതിൻ്റെ ചേസിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ആ കാണുന്ന ഭാഗത്തും ഈ കാണുന്ന ഭാഗത്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ താഴെയൊക്കെ ചെക്ക് ചെയ്ത്, പിന്നെ ഇതിൻ്റെ അകത്തിൻ്റെ മഗ്ഗാർഡിൻ്റെ ബാക്കി ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ മേല. വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഈ വാഹനത്തിന് ഓയിലേക്ക് നോക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ വാഹനത്തിന് എങ്ങനെയാലും ലീക്കേജ് ഉണ്ടാവും. കാരണം ഇത് പെട്രോൾ വണ്ടിയാണ്. മറ്റൊരു കാര്യം നോക്കാന്ന് വെച്ചാൽ വാഹനത്തിന്റെ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും RC പോലെ സെയിം തന്നെയാണ് നോക്കുക. വേറെ നോക്കാനെന്ന് വെച്ചാൽ വാഹനത്തിന്റെ സൗണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അതായത് വണ്ടിയിലെ ബോറിനൊക്കെ വല്ല പണിയുണ്ടോ നോക്കുക. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് നിങ്ങൾ ഒരു മെക്കാനിക്കിനെ കൂട്ടി പോകുന്നതാണ്. കാരണം അവർക്ക് പെട്ടെന്ന് കേട്ടാൽ തന്നെ അതിന്റെ സൗണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ബോറിന് വല്ല പണിയുണ്ടോ, അല്ല പിസ്റ്റൺ വല്ല പണിയുണ്ടോ എന്നൊക്കെ. വേറെ നോക്കാനെന്ന് വെച്ചാൽ വാഹനത്തിന്റെ ടോപ്പൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. അത് ഈ കാണുന്ന വാഹനത്തിന്റെ ടോപ്പ്. അപ്പോൾ ഇതൊക്കെ തൊട്ട് നോക്കുക. ഇതിനകത്തെല്ലാം പൊട്ടിച്ചു നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെ ടോപ്പിന്റെ കണ്ടീഷൻ നോക്കുക. ടോപ്പൊക്കെ കീഴതാണോ, ടോപ്പൊക്കെ കുറച്ച് നല്ല ക്വാളിറ്റിയിലെ സാധനമാണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. മറ്റൊരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയുടെ പ്ലാറ്റ്ഫോം ആണ്. അത് ഇങ്ങനെ അതിൻ്റെ അകത്തിൻ്റെ ഈ മാറ്റ് പൊക്കി നോക്കുക. അതിന് വല്ല പ്രശ്നങ്ങളുണ്ടോ, ദ്രവിച്ച് പൊട്ടനായിട്ടുണ്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നീട് നമ്മൾ ഈ സീറ്റ് പൊക്കി നോക്കുക. സീറ്റിന്റെ അടിയിലെ കണ്ടീഷൻ നമ്മൾ നോക്കുക. അതുപോലെ തന്നെ നോക്കേണ്ട മറ്റൊരു കാര്യമാണ് സീറ്റിന്റെ ബാക്കിലെ പ്ലേസ്. ഈ പ്ലേസ് നമ്മൾ നോക്കണ്ട, ചെക്ക് ചെയ്ത് നമ്മൾ നോക്കേണ്ടതാണ്. ഇപ്പൊ ഇവിടെ കുറെ ബേറ്റൊക്കെ ഉണ്ട്, ഷട്ടിൽ ബാറ്റൊക്കെ ഉണ്ട് താഴെ. പിന്നീട് നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ടോപ്പില് ഇപ്പൊ ഈ വാഹനം എന്ന് പറഞ്ഞാല് ഈ വാഹനത്തിൽ ഇപ്പൊ ലക്ഷറി ഒന്നല്ല. അപ്പൊ നമ്മളിങ്ങനെ തൊട്ട് നോക്കും. കാരണം ഈ കാണുന്ന കമ്പിയൊക്കെ പൊട്ടിയോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നീട് വാഹനത്തിന്റെ അകത്തിന്റെ നമ്മൾ നോക്കുക. ഓവറോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. വല്ല പ്രശ്നങ്ങൾ തുരുമ്പോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ടോപ്പിന് വല്ല കീറലുണ്ടോ, അല്ല ബാക്കി വല്ല പ്രശ്നങ്ങളുണ്ടോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ വണ്ടിയിലെ ഫോർക്കിന്റെ പൊസിഷൻ. അതായത് നമ്മൾ നോക്കുക. അതായത് വണ്ടി വല്ല ആക്സിഡന്റ് ഒക്കെ പറ്റിയെങ്കിൽ ഫോർക്കിന്റെ പൊസിഷന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടിയിൽ ബ്രേക്ക് ചവിട്ടി നോക്കുക. അതായത് വണ്ടി ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകേണ്ട നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ അങ്ങനെ പോകണമെങ്കിൽ നടത്തുന്നത് വെച്ചാൽ ഒന്നുകിൽ വണ്ടിയുടെ ഫോർക്കിന്റെ പ്രശ്നമാവാ, അല്ലെങ്കിൽ പിന്നെ വണ്ടിയുടെ ബ്രേക്ക് വാഷറോ അല്ലെങ്കിൽ ബ്രേക്ക് സിലിണ്ടറിന്റെ പ്രശ്നമാവാ. ബ്രേക്ക് ഓയിൽ ലീക്ക് ആകുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വണ്ടി പോലെ. പിന്നീട് നമ്മൾ കാറിലൊക്കെ ചെക്ക് ചെയ്ത പോലെ തന്നെ ആസ് യൂഷ്വൽ, അതായത് വണ്ടിയുടെ ബാറ്ററി ചെക്ക് ചെയ്യുക, വണ്ടിയുടെ സ്വിച്ചസ് ചെക്ക് ചെയ്യുക, വണ്ടിയുടെ ലൈറ്റ്സ് ചെക്ക് ചെയ്യുക. പിന്നെ വാഹനത്തിൽ വൈപ്പർ ഉണ്ടെങ്കിൽ വൈപ്പർ മോട്ടർ വർക്കിംഗ് ആവാൻ ചെക്ക് ആവാതെ തന്നെ വൈപ്പർ മോട്ടറിന്റെ ബ്ലേഡും പ്രോപ്പർ ആവാൻ ചെക്ക് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഫാൻസ് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കോ കാർ ഓട്ടോറിക്ഷ വാങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഇതിലും കൂടുതൽ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നീട് പറയാനൊരു കാര്യം എന്ന് വെച്ചാൽ ഏതൊരു വാഹനം വാങ്ങാൻ ഇപ്പോൾ, അതായത് നമ്മൾ കാറായാലും ബൈക്കായാലും ഓട്ടോറിക്ഷ ബസ്സായാലും ഏത് വാഹനം വാങ്ങാൻ പോകുമ്പോഴും നമ്മൾ ആ വാഹനത്തെ പറ്റി നോളജിലൊരു വ്യക്തിയെ നമ്മൾ കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് പൈസ ഒന്നും അങ്ങനെ ലോസ് വരില്ല. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.